ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ വലിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ഇങ്ങനെ നീണ്ട് കുറേ കഴിഞ്ഞിട്ടിടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇത് പാടത്തേക്ക് പോയതാട്ടോ വൈകിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളെ ചെറിയ പെരുന്നാൾ പോലെ തന്നെ വലിയ പെരുന്നാൾ അത്ര വലിയ ആഘോഷങ്ങളൊന്നും ഞങ്ങൾ നടത്താറില്ല കേട്ടോ. കാരണം ഒന്നുമല്ല, ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ റമദാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള റാഹത്തായിട്ടുള്ളൊരു നല്ല ആഘോഷങ്ങളായിട്ടുള്ള ഒരു പെരുന്നാളൊക്കെ ആയിരിക്കും കേട്ടോ. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, അതായിരിക്കും കേട്ടോ ഏറ്റവും വലിയ റാഹത്ത് പറയുന്നത്. ഈ ഒരു വലിയ പെരുന്നാളാകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പാപ്പരായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്രാവശ്യത്തെ പെരുന്നാളൊന്നും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് തന്നെ മക്കൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ച് കൊടുന്നിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർക്ക് വേണ്ടത് ഈ അരച്ച മൈലാഞ്ചി ഒന്നല്ലല്ലോ, പെട്ടെന്ന് ചുവന്ന് കിട്ടുന്ന ഈ ബിഗ് ബോസ് എന്നിട്ട് പറയുന്നത് ഈ ബിഗ് ബി പോലത്തെ മൈലാഞ്ചിയൊക്കെ കേട്ടോ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് റാഹത്തായി മക്കളെ ചിരിയൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇടയിൽ കഴിഞ്ഞു. രാവിലെ ആയപ്പോൾ നമുക്ക് എന്നും പതിവ് തെറ്റിക്കാത്ത പോലെ തന്നെ പുട്ടും പിന്നെ ബീഫ് കറിയും പിന്നെ പപ്പടമായിരുന്നു കേട്ടോ. അത് പതിവ് എന്നും ഈ ഒരു പെരുന്നാളായാൽ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം വന്നെങ്കിൽ പത്തിരി അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ബീഫ് കറി അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പുട്ടുമായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വല്യമ്മക്ക് എന്തായാലും നമുക്ക് ബിരിയാണി കാര്യങ്ങളൊന്നും പറ്റണില്ല. അപ്പോൾ വല്യമ്മക്ക് കുറച്ച് വെറും ചോറും പിന്നെ ഉപ്പേരിയും പപ്പടും പിന്നെ മീൻകറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും മക്കൾസിന് വേണ്ടത് ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചിക്കനൊക്കെ ഇത് റെഡിയാക്കിയിട്ട് മസാലയൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലേ അതിനൊരു ടേസ്റ്റ് തോന്നാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഒക്കെ ഇതാ വാട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നമ്മളിങ്ങനെ ബിരിയാണീൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഒരുപാട് വട്ടം പറഞ്ഞതാണ്. നമ്മൾ സാധാ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലേ എല്ലാവർക്കും ഇഷ്ടമാകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഒക്കെ അതാ റെഡിയാക്കി വരികയാണ് കേട്ടോ. നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരണ്ടേ അല്ലെങ്കിൽ വെന്ത് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അതിന് ആവശ്യമായ നമ്മുടെ ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മസാലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മക്കൾസിന് അങ്ങനെ എരിവ് പറ്റില്ല കേട്ടോ. ബിരിയാണിയിൽ എരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഗ്യാസുമ്പോൾ തന്നെ നമ്മളിതാ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സേമിയ പായസം കേട്ടോ. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭാബിയാണ്. അപ്പം ഭാബിയുടെ പണി ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാനിതാ ചിക്കൻ ഇങ്ങനെ വേവിച്ച് വരികയാണ് കേട്ടോ. നമ്മൾ ചോറിനുള്ള റെഡിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പണിയൊക്കെ കഴിക്കേണ്ട പെരുന്നാളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള കുറച്ച് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് ഒന്ന് മുരിച്ചെടുക്കില്ലേ. അപ്പോൾ നമ്മളെ മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും എല്ലാം ഞാനൊന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ചോറ് വെക്കുന്നതിൻ്റെ മുന്നേ കേട്ടോ. എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ചെറുതായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ടു. പതിവ് പോലെ തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് വെച്ചു. പിന്നെ നമുക്ക് നമ്മളപ്പുറത്തെ വീട്ടിൽ നമ്മളെ ചേച്ചീൻ്റെ മക്കൾസ് വന്നിട്ടുണ്ടായിരുന്നു ചോറിനാൻ. അപ്പോൾ അവരെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പായസം എടുത്തിട്ട് നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്കും പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും കൊടുത്തയക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ആ ടൈമിൽ തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾസൊക്കെ ചോറിനായിരുന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചോറിനാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, ഒരുപാട് തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ മന്തി അങ്ങനത്തേതിനെക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ, സാധാ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. മക്കൾസൊക്കെ വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്നാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മളെ കണ്ണാപ്പും പിന്നെ കിച്ചുമോനുമാണ് കേട്ടോ. പിന്നെ അമ്മൂസും പിന്നെ സച്ചുമോനും ഉണ്ട്. അവർ രണ്ടാളും എവിടേക്കും വിരുന്ന് പോയിട്ടോ, പെരുന്നാളല്ലേ അപ്പോൾ അവധിയായ കാരണം അവർ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടില്ല കേട്ടോ. വരാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ബിരിയാണിയൊക്കെ എന്ന്. അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ മസാല ഒന്നും ഇടാതെ ചെറുതായിട്ട് എരിവൊന്നുമില്ലാത്ത ചോറാട്ടോ കൊടുത്തിരുന്നത്. മസാല കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എരിവിനല്ലേ, അപ്പോൾ അവർക്ക് പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഇക്കാരമൊക്കെ അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ മുളക് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അവന്. അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കൾസ് ഭയങ്കര കരച്ചിൽ, എങ്ങോട്ടെങ്കിലും പോകണം, കടൽ കാണണം, കൂട്ടായി കടൽ കാണാൻ പോകണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഞങ്ങളടുത്തുള്ള കുളം കാണാൻ വേണ്ടി കൊണ്ടുപോയിക്കുകയാണ്. കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ നമ്മളൊരു ആമച്ചേട്ടൻ 2 ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് സൂം ചെയ്തതായിരുന്നു, കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാം. പിന്നെ അത് കുറേ ഒരു ഫാമുണ്ട് കേട്ടോ. അവിടുത്തെ പശുക്കളെ അവിടുത്തെ ഒരു ഏട്ടൻ ബംഗാളിയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പശുക്കളൊക്കെ കണ്ട് ഈ പാടത്ത് കൊടുന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞാൻ പറഞ്ഞു മക്കൾസിനോട് കണ്ട ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും നല്ല കാഴ്ചകൾ, നമ്മളെ കൊക്കുകൾ, പിന്നെ കുറേ പശുക്കൾ, പാടം, നെല്ല്, എന്തൊരു ഭംഗിയാണല്ലേ, നല്ലൊരു കാഴ്ചകൾ തന്നെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അമ്മായിയുടെ വീട്ടിലേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചമ്രവട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ, ചമ്രവട്ടം പാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടേക്ക് ഒരു ചെറിയൊരു വിരുന്ന് പോയിട്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് റാഹത്താവും. അപ്പോൾ നമുക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനും പിന്നെ വല്യമ്മയും കൂടിയിട്ടാട്ടോ പോണത്. നമ്മളെ മക്കൾസ്, നമ്മളെ ആയിഷമോളും തീയമ്മോളും നീയമ്മോളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ചാച്ചിമോനൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കടൽ കാണാനോ പിന്നെ വേറെ പാർക്കിലൊക്കെ ഒന്നിക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അവരെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് അവിടെ വീട്ടിൽ പോയി അവരെ ഒന്ന് കണ്ടു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും കൊതി തീരാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ നമുക്ക് പാലം കണ്ടാൽ തന്നെ നമുക്ക് ഒരു കടൽ കണ്ട മട്ടാണെന്ന്. അപ്പോൾ അപ്പുറം പുഴയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ വിറ്റും കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടാവും കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ചമ്രവട്ടം പാലം എത്തിയിട്ടുണ്ട്. ഈ ഒരു റോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പാലത്തിന്മേൽ കൂടെ പോയിട്ടുണ്ട് അവർ ഒന്ന് പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ ചെയ്യണേ, ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ്. നമ്മളെ മക്കൾസിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ആകെ ഒരു 10 ലൈക്ക് 20 ലൈക്ക് അല്ലെങ്കിൽ ഏറിപ്പോയാൽ 100 ലൈക്ക്, അതിൽ കൂടുതലൊന്നും കിട്ടാറില്ലേ. അപ്പോൾ മക്കൾസൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ മാത്രമേ നമുക്ക് അവരെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അവരില്ലാത്തപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഒരു ലൈക്കൊക്കെ തന്നാലല്ലേ അവർക്കൊരു സന്തോഷം, എനിക്കതിലേറെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളും പാവങ്ങളാണ്, നിങ്ങൾ ഞങ്ങളെക്കാട്ടി എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. കാണുന്നവരൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ കൂടെ വല്യമ്മയും പിന്നെ കൂടെ ഉള്ളത് കേട്ടോ, വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ കുട്ടീസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുഴ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ പുഴയിൽ നിറയെ പോത്തുകൾ പശുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എത്ര വെള്ളം ഉണ്ടെങ്കിലും അവരവിടെ സേഫായിട്ട് അവരിങ്ങനെ പുല്ലൊക്കെ തിന്നിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പുഴൻ്റെ ഒരു സൈഡിൽ ഭാഗത്ത് നിന്നിട്ട് ഒരുപാട് പേര് മീൻ പിടിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.